ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖമാണ്. ഇവിടെയൊക്കെ പെരുമഴയാണ് കേട്ടോ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിത്താന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സെക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത സെക്ഷൻകാർ വരുന്നുണ്ട് കേട്ടോ. പണ്ടെല്ലാം ചില മാസങ്ങളിൽ മാത്രമായിരുന്നു മഴ. ഇപ്പോൾ എല്ലാ മാസവും മഴയാണല്ലോ. ഇപ്പോൾ ഇത് തുലാമഴയാണ്. ഇത് അവരുടെ സീസണാണ്. അതുകൊണ്ട് അവർ പെയ്താൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെയ്തു പോട്ടെ. ഇതൊക്കെ റബ്ബറും തോട്ടമാണ് കേട്ടോ. എല്ലാം വെട്ടിയിട്ട് എത്രയോ നാളുകളായി. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട, മഞ്ഞ്, തണുപ്പ് ഇതൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച മരിച്ചീനിയും നമ്മുടെ ചേമ്പും കൂടെ ഇട്ടൊന്ന് പുഴുങ്ങിയാലോ. അപ്പോൾ എനിക്ക് മരിച്ചീനിയാണ് ഇഷ്ടം, ചിന്നുവിന് ചേമ്പാണ് ഇഷ്ടം. അപ്പോൾ ഇത് രണ്ടും പുഴുങ്ങാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടിയത് ഒരു ചീനിച്ചട്ടിയായിരുന്നു, അതങ്ങ് എടുത്തു. അപ്പോൾ അമ്മ വീട്ടിലില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചീനിച്ചട്ടിയൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അതായത് ഓരോന്നിനും ഓരോ പാത്രങ്ങളുണ്ടല്ലോ. പ്രപഞ്ചത്തിലെ ഒരാൾ വീട്ടിലില്ല, അതാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ എടുക്കുന്നത് കേട്ടോ. അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഓരോന്നിനും അതിൻ്റേതായ പാത്രങ്ങൾ, സ്പൂണ്, തവി, ഓരോ പാത്രങ്ങളും അടച്ചു വെക്കുക, അതിൻ്റേതായ അടപ്പ് പാത്രങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയുള്ള കൂട്ടത്തിലാണ് എൻ്റെ മമ്മി. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അടുക്കള കയറിയ ഞങ്ങൾ തമ്മിൽ അടിയായി വഴക്കായി അവസാനം ഞാൻ പണി മതിയാക്കി ഇറങ്ങേണ്ടി വരും കേട്ടോ. ഇപ്പം അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അടുക്കളയിൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ ഓരോന്നും നടക്കുന്നത്. ഇനിയിപ്പോൾ കാർത്തിക വരികയല്ലേ, അപ്പോഴിനി ചേമ്പ്, ചേന, കാച്ചിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊരു പുഴുങ്ങലുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോൾ ഇതിനൊക്കെ ഒടുക്കത്തെ റേറ്റും ആയിരിക്കും. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ വാങ്ങി വച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തെടുത്താൽ മതി. അല്ല, സമയത്ത് നമ്മൾ പോയി മേടിക്കാൻ ചെല്ലുമ്പോൾ തീ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. എൻ്റെ അമ്മൂമ്മയുള്ള സമയത്ത് ഈ ചേമ്പും ചേനയും കാച്ചിലും എല്ലാം നമ്മുടെ വീട്ടിൽ നടുവായിരുന്നേ. അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമായിരുന്നു. അമ്മൂമ്മ പോയിട്ട് ഇപ്പോൾ 12 വർഷമായി. അമ്മൂമ്മ പോയതിന് ശേഷം പിന്നെ വീട്ടിൽ ഇതുപോലുള്ള കൃഷികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാന്നേ ഉള്ളൂ, അതിൽ നിന്ന് വിളവെടുക്കാമെന്നും പറഞ്ഞ് കൃഷി ചെയ്യാൻ നടക്കില്ല കേട്ടോ. കാരണം പന്നികൾ വന്ന് എല്ലാം കുത്തിത്തോണ്ടി എടുത്തുകൊണ്ട് പോകുകയല്ലേ. ഇപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ഞങ്ങളെ വീട് ഒഴിച്ച് ബാക്കി എല്ലാ പുരയിടത്തിലും ചുറ്റുപാകെയുള്ള സ്ഥലങ്ങളിൽ മണ്ണ് കിളച്ച് ഇളക്കുകയും അവിടുത്തെ ചെടികളും അതായത് ഈ നട്ടു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കുത്തി ഇളക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം ഇത് കയറത്തില്ലായിരുന്നു. അങ്ങനെ എന്താണെന്നറിയില്ല, നമ്മളെ വീട് ഒഴിച്ചിട്ട് നിങ്ങൾ പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ദീപാവലി കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ കുറച്ച് പടക്കം വാങ്ങിച്ചിൽ ബാക്കിയിരുന്നു കേട്ടോ. അപ്പുറത്തെ തൊട്ടപ്പുറത്തെ പുരയിടത്തിൽ ഒന്ന് ശല്യം ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വെറുതെ എൻ്റെ വീട്ടിലിരുന്നൊരു പടക്കം എടുത്ത് പൊട്ടിച്ചതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇനി അവർ ആ ഒരു ഭാഗത്തേക്ക് വരില്ലല്ലോ എന്ന് കരുതി ചെയ്തതാണ്. കറക്റ്റ് പറ്റിയ ദിവസം എൻ്റെ വീട്ടിൽ നല്ലൊരു വാഴ കുത്തി എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ അവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിലും കയറി ശല്യം ചെയ്ത് തുടങ്ങി. അതോടെ എനിക്ക് സമാധാനമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ചേമ്പും മരിച്ചിനിയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ 2 പാത്രത്തിലിട്ടാണ് പുഴുങ്ങിയത് കേട്ടോ. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും വേവ് എങ്ങനെയാണെന്ന് എനിക്കത്ര അറിയില്ല. അപ്പോൾ ഓരോന്നും ഓരോ സമയത്താകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നോക്കിയൊക്കെ എടുക്കാമല്ലോ. ഇപ്പോൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഒരാൾ നേരത്തെ വേവ് മറ്റേ ആൾ വേവാതെയും കിടന്ന് പിന്നെ അതൊരു റിസ്ക് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ റിസ്ക് പിടിക്കണ്ടെന്ന് കരുതി കേട്ടോ. അപ്പോൾ രണ്ടും 2 പാത്രത്തിൽ ഇട്ടപ്പോൾ കറക്റ്റായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ മുളക് ചമ്മന്തിയല്ല, മുളക് ഞെരടിയത് മിക്സിയിലോട്ടിട്ട് പെട്ടെന്നൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ആ സമയത്തും എനിക്ക് എടുത്തപ്പോൾ വായിൽ വെള്ളം വന്നു. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ മുളകിലോട്ട് മുക്കി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കാർത്തികയ്ക്കാണ് ഇനി ഇത് ചെയ്യുന്നത് കേട്ടോ. അന്ന് ചിലപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ മരിച്ചീനിയിൽ അങ്ങനെ ഒതുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.